ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്തുള്ള ഒരു സ്നേഹമന്ദിരം എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, വയസ്സായ ആളുകളെ വളരെ സുരക്ഷിതമായിട്ട് താമസിപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ സാമഗ്രികളും, അതായത് ഭക്ഷണവും വസ്ത്രവും എല്ലാം നൽകി, അതുകൂടാതെ നല്ല സ്നേഹവും നൽകുന്ന ഒരു നിഷ മോൾ എന്ന് പറയുന്ന ഒരു പ്രവർത്തകയുടെ ഒരു യൂട്യൂബിൽ കാണാനിടയുണ്ടായി. അപ്പം ആളുകൾ അയച്ചു കൊടുത്ത പൈസ കൊണ്ട് സെറ്റ് മുണ്ടെല്ലാം അവർക്ക് വിതരണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ആ സമയത്ത് ഒരു നല്ലൊരു കവിത കേൾക്കാനിടയായി. ആ കവിത എൻ്റെ മനസ്സിനെ വല്ലാതെ എന്താ പറയുക, വല്ലാത്ത ഒരു സന്തോഷവും നിർവൃതിയും എന്നാൽ സങ്കടവും തോന്നിയ അമ്മയെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. അപ്പോൾ ആ കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒന്ന് പാടുകയാണ് കേട്ടോ ഗൈസ്. ഒരു നിലവിളക്കുപോൽ എപ്പോഴും അകതാരിൽ തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു കണിക്കൊന്ന പോൽ ഓർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണമ്മ. ഒരു കണിക്കൊന്ന പോൽ ഓർമ്മതൻ ജില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണമ്മ. നന്മയുടെ പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുനാഥയാണെന്നമ്മ. കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ. പാദങ്ങളിടറാതെ ഇരുൾ വഴികൾ പിന്നിടാൻ വഴിവിളക്കാണെന്നുമമ്മ. ജീവിത പാതയിൽ വെയിലേറ്റുവാടവേ സ്വാന്തന തണലൻ്റെ അമ്മ. സഹചരുടെ സങ്കടം നെഞ്ചിലേക്കുരുകുന്ന മെഴുകുതിരിയാണെൻ്റെ അമ്മ. വലതുകൈ ചെയ്യുന്നതിടതുകരമറിയാതെ നന്മകൾ വിളയിച്ചൊരമ്മ. അക്ഷരക്കൂട്ടുകൾ ആദ്യം ചൊല്ലിയും അമ്മയായിരുന്നില്ലേ. ജീവിത അന്ത്യത്തിലവസാന വാക്കും അമ്മയല്ലാതാവുമോ. ഒരു മഴക്കാലത്തു മറുവാക്കു പറയാതെ പടിയിറങ്ങിപ്പോയൊരമ്മേ. മിഴികളിൽ പെരുമഴക്കാലമെപ്പോഴും അമ്മയെ ഓർത്തിരിക്കുമ്പോൾ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അമ്മ തൻ മകളായി പിറപ്പിതേ പുണ്യം. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ മലയാള മണ്ണിൽ പിറപ്പിതേ ധന്യം. ഒരു നിലവിളക്കുപോൽ അകതാരിലെപ്പോഴും ഓർമ്മയായി തെളിയുന്നൊരമ്മ. ഒരു കണിക്കൊന്ന പോൽ ഓർമ്മതൻ ജില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണമ്മ. നന്മയുടെ പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുനാഥയാണെൻ്റെ അമ്മ. പാദങ്ങളിടറാതെ ഇരുൾ വഴികൾ പിന്നിടാൻ വഴിവിളക്കാണെൻ്റെ അമ്മ. വഴിവിളക്കാണെൻ്റെ അമ്മ. സത്യം, ആ കവിത കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമാണ് തോന്നിയത്. ഒരമ്മ ഒരു മകളെ അല്ലെങ്കിൽ ഒരു മകനെ കഷ്ടപ്പെടുത്തുന്ന ആ വേദനയുടെ വരികളുടെ അർത്ഥം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ഒരു വഴിയിലൂടെ നടന്നു പോയാൽ അല്ലെ, ആ അമ്മ എത്ര കരുതലോടെയാണ് ആ മകനെ ആയാലും മകളെ ആയാലും വളർത്തുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ പാഠങ്ങളെല്ലാം ചൊല്ലി പഠിപ്പിക്കുന്നു.
ആ വരികളിൽ ഓരോ അർത്ഥങ്ങളും നമ്മുടെ മനസ്സിലേക്ക്, നമ്മളത് കേട്ടാലും കേട്ടാലും നമുക്ക് മതി വരില്ല. അത് ഞാൻ പാടിയത് അത്ര നന്നായില്ല എങ്കിലും എനിക്ക് ആ വരികൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു, വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് ഞാനും എൻ്റെ അമ്മയുടെ വില അറിഞ്ഞത്. അമ്മ ഉണ്ടായിരുന്നപ്പോഴും നമ്മളെ മടിയിൽ കിടത്തി തലോടി, സാരമില്ല മോളെ, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നമ്മുടെ തലയെല്ലാം ചൊറിഞ്ഞു തരുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖവും കരുതലും സന്തോഷവും ആര് തരാനാണല്ലേ. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് തരുമായിരിക്കും, പക്ഷെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് ആരുമില്ല ഈ ലോകത്തിൽ. നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിക്കുന്നില്ല. അവരുടെ കുട്ടികളെ വളർത്തുന്നുള്ള തിരക്കിലാണ്. സത്യത്തിൽ അവർ അമ്മ എന്തെടുക്കുന്നെന്നോ അമ്മയ്ക്ക് സുഖമാണോ അമ്മ എന്തെങ്കിലും കഴിച്ചതെന്നൊന്നും അവർക്ക് അന്വേഷിക്കാൻ സമയമില്ല. പക്ഷെ അവരെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കുകയാണ്, അവരെന്തെടുക്കുന്നു, അവർക്കൊരാപത്തും വരുത്തരുത് എന്ന് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നത്. ആ കവിത എത്ര കേട്ടാലും മതിയാവുന്നില്ല എനിക്ക്. ഞാൻ ആ കവിത എഴുതി വെച്ചിട്ടാണ് പാടിയത്. കാണാതെ എനിക്ക് ആയി തുടങ്ങി, 2-3 വരികളൊക്കെ ആയി തുടങ്ങി. എങ്കിലും എനിക്ക് ആ കവിത എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വല്ലാത്ത ഒരു നോവലായി തീർന്ന ഒരു നല്ല കവിതയാണ്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.